മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അലീന ഒരു ഭാഗത്ത് തനിച്ച് ഇരിക്കുന്നത് കാണുകയാണ് സ്റ്റാൻലി. അങ്ങനെ സ്റ്റാൻലി അലീനയുടെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ സ്റ്റാൻലി അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇങ്ങനെ തനിച്ച് ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, എനിക്ക് ഈ വീട്ടിൽ വേറെ ഒരു ജോലിയും ഇല്ലല്ലോ, അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുകയാണെന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി അലീനയോട് ചോദിക്കും, എങ്കിൽ മോൾ എന്തിനാ പഠിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, ഞാൻ പ്രത്യേകിച്ചൊന്നും പഠിച്ചില്ല, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പ്രായമായവരെ ശുശ്രൂഷിച്ചു, അത്ര മാത്രമേ എനിക്ക് അറിവുള്ളൂ, എങ്കിലും എനിക്ക് അവരെയൊക്കെ നന്നായിട്ട് നോക്കാൻ കഴിയും എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, അതൊന്നും പോരാ മോൾ, ഇനി നാളെ മുതൽ കോളേജിൽ പോകാൻ തീരുമാനമെടുക്കണം എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, എനിക്കിനി പഠിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, വേണം, എൻ്റെ മകൾ നല്ല നിലയിൽ നിൽക്കണം, അതാണ് എൻ്റെ അന്തസ്സിന് നല്ലത്. നിന്നെ കെട്ടിച്ചയക്കുന്ന സമയത്ത് നിനക്കൊരു ജോലിയും ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് നല്ലൊരു കല്യാണാലോചന പോലും വരില്ല. ആ സമയത്ത് അലീന പറയും, അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, അതൊന്നും ഇനി പിന്നോട്ടേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല, ഇപ്പോൾ തന്നെ അതെല്ലാം തീരുമാനിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലി അലീനയോട് പറയും, മോൾ ഒരു IAS ഓഫീസറായി കാണാനാണ് ഈ പപ്പയ്ക്ക് ആഗ്രഹം എന്ന് പറയുകയാണ്. നാളെ തന്നെ ഞാൻ ഇവിടെയുള്ള ഏറ്റവും നല്ല കോളേജിൽ മോളെ ചേർത്തുകയാണ്, അവിടെ നല്ല മിടുക്കിയായി പഠിച്ച് ഒരു നല്ല IAS ഓഫീസറായി എനിക്ക് കാണണം എന്ന് പറയുകയാണ്. അങ്ങനെ അലീനയെ കോളേജിൽ ചേർത്തുകയാണ് സ്റ്റാൻലി. അങ്ങനെ അലീന കോളേജിൽ പോകാൻ തുടങ്ങുകയാണ്. ഈ കാര്യം ബാലചന്ദ്രനെയും മനുവിനെയും രോഹിത്തിനെയും ബബിതയെയും എല്ലാവരെയും വിളിച്ച് അറിയിക്കുന്നുണ്ട് അലീന. അവർക്കെല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ 2-3 വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ അലീന ഒരു IAS ഓഫീസറായി അങ്ങനെ സ്റ്റാൻലിയുടെ മുന്നിലോട്ട് വരികയാണ്. ആ സമയത്ത് അലീന സ്റ്റാൻലിയോട് പറയും, എനിക്ക് അച്ഛൻ്റെ അടുത്ത് വരെ ഒന്ന് പോകണം എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, അതൊക്കെ വേണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, വേണം, ഞാൻ ഇന്ന് പപ്പയുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം അച്ഛനാണ്. പപ്പ എന്നെ പഠിപ്പിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അച്ഛൻ്റെ അടുത്തോട്ടേക്ക് ഞാൻ വന്നു, അച്ഛൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഇന്ന് പപ്പയുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ഒടുവിൽ സ്റ്റാൻലി പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് ബാലചന്ദ്രൻ മേനോനെ കാണാൻ ഉടനെ തന്നെ പോകാം എന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലിയും അതുപോലെ അലീനയും കൂടെ ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അലീന ബാലചന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്, ഇന്ന് പപ്പ ഒരു നല്ല വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കും, എന്താ വിശേഷിച്ച് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയും, അതെല്ലാം ഞാൻ അച്ഛനെ നേരിട്ട് കാണുമ്പോൾ പറയാം എന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലിയും അലീനയും നെടുമ്പുരക്കൽ വീട്ടിലോട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ബബിതയോടും കൃഷ്ണയോടും രോഹിത്തിനോടും പറയുന്നുണ്ട്, ഇന്ന് അലീന വരുന്നുണ്ട്, അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. ആ സമയത്ത് വൈജയന്തി പറയും, ഇവിടെ ആര് വരുന്നുണ്ടെന്ന് കരുതി സ്പെഷ്യലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ബബിതയും കൃഷ്ണജയും പറയും, അതിന് അമ്മ ഉണ്ടാക്കണമെന്ന് ആരാ പറഞ്ഞത്, അത് ഞാനും രോഹിത്തേട്ടനും അതുപോലെ കൃഷ്ണജയും കൂടെ ഉണ്ടാക്കിക്കോളാം, അമ്മയുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് അലീന വരുന്നുണ്ട്. അങ്ങനെ അലീന കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ കാറിൽ നിന്നും ഇറങ്ങാതെ സ്റ്റാൻലി അലീനയോട് പറയും, ഞാൻ അങ്ങോട്ടേക്കില്ല, അവിടെ വൈജയന്തി ഉണ്ടാകും, അപ്പോൾ എനിക്ക് അവളുടെ മുഖത്തോട്ടേക്ക് നോക്കാൻ പറ്റില്ല, ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം, മോൾ ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പപ്പയെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ അലീന സ്റ്റാൻലിയെ വല്ലാതെ ഒന്നും നിർബന്ധിക്കുന്നില്ല. അങ്ങനെ അലീന നേരെ അകത്തോട്ടേക്ക് കയറി ചെല്ലുകയാണ്. പെട്ടെന്ന് കൃഷ്ണജ അലീനയെ കാണുന്നുണ്ട്. ആ അലീന ചേച്ചി വാ, കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെയും കൂട്ടി കൃഷ്ണജ അകത്തോട്ടേക്ക് ചെല്ലും. ആ സമയത്ത് ബബിതയും രോഹിത്തും അതുപോലെ ബാലചന്ദ്രനും എല്ലാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കും, മോള് തനിച്ചാണോ വന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, ഞാൻ തനിച്ചല്ല, പപ്പയും വന്നിട്ടുണ്ട്, പപ്പ പുറത്തോട്ടേക്ക് പോയി, പപ്പ എന്നെ പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് ബബിത ചോദിക്കും, പപ്പ എന്നാണോ ചേച്ചി നിൽക്കുന്ന അടുത്ത് ആളെ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, അതെ, അതാ ആണ് വിളിച്ചത് എന്ന് പറയും. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കും, എന്താ മോളെ പ്രത്യേകിച്ച്, മോൾക്കെന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുകയാണ്. ആ സമയത്ത് അതെല്ലാം ഞാൻ പറയാം എന്ന് പറയുകയാണ്.
പറയുകയാണ്. അങ്ങനെ കൃഷ്ണജ അലീനയ്ക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയും, കൊടുക്ക് അവൾക്ക്, നല്ലോണം വെള്ളം കൊടുക്ക് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ എന്തിനാണാവോ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്, ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാം എന്ന് കരുതിയിട്ടായിരിക്കും വന്നിരിക്കുന്നതെന്ന് പറയും. ആ സമയത്ത് അലീന പറയും, രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ കാണാൻ വരും, അന്ന് തന്നെ ഞാൻ തിരിച്ചു പോകാറില്ല. അതുപോലെ തന്നെയാണ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു സ്ഥിര താമസത്തിന് ഞാൻ വന്നതല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ വൈജയന്തി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കും, എന്താ മോൾക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞത്, അത് പറയെന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, എന്താണ് ബാലചന്ദ്രനോട്, പപ്പ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട് എന്ന്. ആ സമയത്ത് വൈജയന്തി പറയും, അവരെ വശത്താക്കി നീ പഠിച്ച് വലിയ ആളാവാൻ നിൽക്കുകയല്ലേ, നിനക്കൊന്നും അതിന് പറ്റില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന ബാലചന്ദ്രനോട് പറയും, പപ്പ ഞാൻ ഒരു IAS ഓഫീസറായി, എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തിക്ക് മാത്രം അത് ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തി പറയും, കളവ് പറയാൻ ഇവളെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, നീ മിണ്ടാതെ നിൽക്ക്, ആരാണ് ഇവിടെ കള്ളം പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ്. മറ്റുള്ളവർക്ക് നല്ലത് വരുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് പറയുകയാണ്. അവളിപ്പോൾ നല്ല നിലയിലെത്തിയെങ്കിലും നിനക്ക് നിൻ്റെ മനസ്സൊന്ന് മാറ്റിക്കൂടെ എന്ന് പറയുകയാണ്. ആ സമയത്ത് വൈജയന്തി പറയും, എന്തിന് ഞാൻ എൻ്റെ മനസ്സ് മാറ്റണം, ഇവിടെ നിങ്ങളെ പറ്റിച്ചു ഇവിടെ നിന്നും സ്വർണം കടത്തി അവളല്ലേ ഇവൾ, അതുപോലെ ഇപ്പോൾ ജോലിക്ക് നിൽക്കുന്ന അവരെയും പറ്റിച്ച് അവൾ ജോലി നേടി, അത്രയേ ഉള്ളൂ, അതിൽ വലിയ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പറയും, അവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, മോൾ ഇവിടെ ഇരിക്കെ, നമുക്ക് കുറച്ച് സംസാരിക്കാം എന്ന് പറയുകയാണ്. ആ സമയത്ത് ബബിതയും കൃഷ്ണജയും പറയും, ചേച്ചി കുറേ നാളായില്ലേ വന്നിട്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് വൈജയന്തി ദേഷ്യത്തോടു കൂടി കൃഷ്ണജയോടും ബബിതയോടും പറയും, നിങ്ങൾക്കെന്താ ഒന്നും പഠിക്കാനില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബബിത പറയും, എന്നും പഠിക്കാറില്ലേ, ഇന്ന് അലീന ചേച്ചി വന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങളൊന്ന് അലീന ചേച്ചിയുടെ കൂടെ നിൽക്കട്ടെ, അമ്മയ്ക്ക് വല്ല ജോലി ഉണ്ടെങ്കിൽ അമ്മ അത് എടുക്കാൻ നോക്ക് എന്ന് പറയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.